ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി കാണാം. അവിടെ ചില കാര്യങ്ങളൊക്കെ അന്തിമമായി തീരുമാനിക്കാനുണ്ട്. ഈ പൊതുദർശനം എങ്ങനെ വേണം, ഏത് രീതിയിൽ ഒരുക്കണം എന്നൊക്കെ സംബന്ധിച്ച് ഒരു വലിയ സൗഹൃദ വലയം സലിംകുമാറിനുണ്ട്. പിന്നെ സിനിമാ സംഘടനയായ അമ്മയുടെ ഭാരവാഹികളുമൊക്കെ അവിടെയുണ്ട്. അവരെല്ലാം കൂടിച്ചേർന്നാണ് ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയൊരു ജനാവലി ഈ പൊതുദർശനത്തിന് വരും. ഈ തങ്ങളുടെ പ്രിയപ്പെട്ട താരത്തെ, പ്രിയപ്പെട്ട നടനെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തും എന്ന് ഉറപ്പാണ്. അപ്പോൾ അത് ഏത് രീതിയിൽ ക്രമീകരിക്കണം എന്നത് സംബന്ധിച്ചൊക്കെയുള്ള തീരുമാനങ്ങൾ, ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും മൃതദേഹം അമൃത ആശുപത്രിയിൽ തന്നെയാണുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലിഡിയ ജേക്കബ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി തത്സമയം ചേരും. ലിഡിയ, ഇപ്പോൾ പ്രതികരണങ്ങളൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് നാളത്തെ പൊതുദർശനം അതോടൊപ്പം സംസ്കാര ചടങ്ങുകൾ എങ്ങനെ വേണമെന്നൊക്കെ ഒരു തീരുമാനങ്ങളായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ വിശദാംശങ്ങൾ പറയൂ. പ്രജിൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ 8:30-ക്കാകും മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. 9 മണിക്ക് പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനമുണ്ട്. അതിനുശേഷം ഏകദേശം 1:30 വരെ ഈ ഒരു ടൗൺ ഹാളിൽ പൊതുദർശനമുണ്ടാകും. അതിനുശേഷമാകും വീണ്ടും വീട്ടിലേക്ക് കൊണ്ടുപോവുക. 3:30-യോടെ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ആളുകൾ അറിയിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചത് ഹൈബി ഈഡൻ MP-യും അതുപോലെ തന്നെ നിർമ്മാതാവ് ആൻഡോ ജോസഫും അതുപോലെ തന്നെ അമ്മയിലെ ഭാരവാഹികൾ കൂടിയാണ്. ശ്വേതാ മേനോനും ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനുമാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചത്. അവർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് 8 മണിക്ക് മൃതദേഹം ഇവിടെ ആശുപത്രിയിൽ നിന്നും ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അതിനുശേഷം പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനം, അതിനുശേഷമാകും വീട്ടിലേക്ക് കൊണ്ടുപോയി 3:30-യോടെ സംസ്കാര ചടങ്ങുകൾ നടത്തുക എന്നുള്ളതാണ്. എന്തായാലും വലിയ ജനാവലി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വളരെ സാധാരണക്കാരായ ആളുകളെയാണ്, പ്രത്യേകിച്ച് ഈ ചലച്ചിത്ര രംഗത്തെ, സാമൂഹ്യ രംഗത്തെ, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായിട്ടുള്ള ആളുകൾക്കപ്പുറം വലിയ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകളെ, പൊതുജനങ്ങളെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അത്രയധികം ആളുകളുമായി അടുത്തു നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു സലീം കുമാർ. ആ ഒരു സാഹചര്യത്തിൽ അത്രയും ആളുകൾക്ക് അത്രയധികം വേണ്ടപ്പെട്ട ആളുകളോട് അത്രയധികം കണക്ട് ചെയ്യുന്ന ഒരു ആളെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത വളരെ ദുഃഖത്തോടെയാണ് ആളുകൾ സ്വീകരിച്ചത്. അത്രയധികം ദുഃഖത്തോടെ അദ്ദേഹത്തിനെ ഒരു നോക്ക് കാണുവാൻ നിരവധി ആളുകൾ പറവൂരിലെ ടൗൺ ഹാളിലും ഒപ്പം അതുപോലെ തന്നെ വീട്ടിലേക്കും എത്തും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം ചലച്ചിത്ര രംഗത്തെ പ്രമുഖരായിട്ടുള്ള ആളുകൾ, മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള ആളുകൾ, ഒപ്പം രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ അനുശോചനം അർപ്പിക്കാനായി എത്തും. സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അനുശോചനം അർപ്പിക്കാനായി എത്തും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു രാത്രി തന്നെ ഒരുപാട് ആളുകൾ, പ്രമുഖരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അതായത് ഈ ഒരു സിനിമാ മേഖലയിലെ തന്നെ നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. യുവനടന്മാർ പലരും, അതായത് ചിദംബരവും ഒപ്പം ഗണപതിയും അടക്കമുള്ള യുവനടന്മാർ അല്പസമയം മുൻപ് വന്ന് പോയിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു സിനിമാ മേഖലയിലെ മറ്റുള്ള ആളുകൾ, സോഹർ ജിൻലാൽ അടക്കമുള്ള ആളുകൾ, അമ്മയിലെ, ഫെഫ്കയിലെ ഒക്കെ ആളുകൾ വന്ന് അനുശോചനം അർപ്പിച്ച് മടങ്ങിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നിരവധി ആളുകൾ ഇപ്പോൾ തന്നെ, അതായത് ഈ ഒരു അർദ്ധരാത്രിയിലും അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി നിരവധി ആളുകൾ കൊച്ചി അമൃത ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്. അതിനിയും തുടരും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അല്പസമയം മുൻപ് നിരവധി ആളുകൾ, അതായത് മഴ പുറത്ത് പെയ്യുന്നുണ്ട്, ആ ഒരു മഴയിലും കൂടിയും, ആ ഒരു മഴ ഉണ്ടെങ്കിൽ കൂടിയും അതിനെയൊക്കെ ഒന്നും വകവയ്ക്കാതെ നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു. വളരെ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ കൊച്ചി അമൃത ആശുപത്രിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അല്പസമയം മുമ്പ് അദ്ദേഹത്തെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ച വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ ഈ ആശുപത്രിയിൽ നിരവധി ആളുകൾ എത്തുന്നുണ്ട്. നമ്മളോട് സംസാരിക്കുന്ന പല ആളുകളും ആദ്യം ചോദിക്കുന്നതും അതുതന്നെയാണ്, സലീമേട്ടന് എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. നമ്മൾ അല്പസമയം മുൻപൊക്കെ ഇവിടെ വരുമ്പോൾ നമ്മളോട് ആളുകൾ ചോദിക്കുന്നതാണ്, ആളുകൾക്ക് അറിയേണ്ടത് സലീമേട്ടൻ വീണ്ടും ആരോഗ്യവാനായി തന്നെ തിരിച്ചു വരുമല്ലോ അല്ലേ എന്നുള്ളതാണ് ആളുകൾ ചോദിച്ചുകൊണ്ടിരുന്നത്. അത്തരത്തിൽ ഇതിനു മുൻപ് പല അവസരങ്ങളിലും വളരെ ഒരു മരണത്തെ മുഖാമുഖം കണ്ട അവസരങ്ങൾ കൂടിയും അതിജീവിച്ച് അതിനെതിരെ പോരാടി അതിജീവിച്ച് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. ആ ഒരു വ്യക്തി ഇപ്രാവശ്യം മരണത്തിന് കീഴടങ്ങി ഇത്തരത്തിൽ ഒരു അവസ്ഥയിൽ നിൽക്കുന്നു എന്നുള്ളത് ആളുകളെ സംബന്ധിച്ചിടത്തോളം
വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.